പ്രവിത, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഓണക്കാലത്ത് ഈ പറയുന്ന എല്ലാവർക്കും ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇതൊന്നും കിട്ടാതെ, ശമ്പളം പോലും കിട്ടാതെ എപ്പോഴും ഈ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുണ്ട്. അറിയോ? KSRTC. അതെ, എപ്പോഴും ആ ശമ്പളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും സമരത്തിലാണ്. പക്ഷേ ഇത്തവണ ശമ്പളമൊക്കെ നേരത്തെ കിട്ടുന്നു. കഴിഞ്ഞ ദിവസം ചെറിയ പരാതിയൊക്കെ ഉണ്ടെങ്കിലും മന്ത്രി ഇടപെട്ട് അവർക്ക് പൂർണ്ണമായ ശമ്പളം അത് ഒറ്റയടിക്ക് തന്നെ അവരിലേക്ക് കിട്ടുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വേറൊരു ആശ്വാസത്തിനും കൂടി ഉണ്ടല്ലേ? അതെ, അവരെ സംബന്ധിച്ചേറെ ആശ്വാസകരമായ വാർത്തയാണ് അത്. ഇതാണ് KSRTC ജീവനക്കാരിൽ നിന്ന് 5 ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിടിക്കാനുള്ള തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനം. എന്തായാലും വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് തീരുമാനം പിൻവലിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. KSRTC ജീവനക്കാർക്ക് ഒറ്റ ഗഡുവായി ശമ്പളം ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശമ്പളത്തിന്റെ വിഹിതം നൽകണമെന്ന CMDയുടെ ഉത്തരവ് പുറത്തിറങ്ങിയത്. സെപ്റ്റംബർ മുതൽ 5 ദിവസത്തെ ശമ്പളം 3 ഗഡുക്കളായി നൽകണമെന്നായിരുന്നു ഉത്തരവ്. തുക നൽകാനുള്ള സമ്മതപത്രം ജീവനക്കാരിൽ നിന്ന് സ്വീകരിക്കുമെന്നും CMDയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഉത്തരവിനെതിരെ ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമുയർന്നു. പിന്നാലെയാണ് ഉത്തരവ് പിൻവലിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ CMDക്ക് നിർദ്ദേശം നൽകിയത്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.